ലക്ഷ്മൺ ഉട്ടേക്കർ സംവിധാനം ചെയ്തിട്ടുള്ള വിക്കി കൗശൽ നായകനായിട്ടുള്ള ഛാവ എന്ന സിനിമയുടെ അവസാന 30 മിനിറ്റിനടുത്ത് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള വിശേഷണങ്ങളുള്ള ഒരു രാജാവിനെ അസാമാന്യമായ അഭിനയ മികവോടുകൂടി വിക്കി കൗശൽ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിക്കി ക്യാരി ചെയ്യുന്ന കോൺഫിഡൻസും സ്ക്രീൻ പ്രസൻസും മാത്രം മതി ഈ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസിന് അവർ ആഗ്രഹിച്ച ഒരു ഹൈ കിട്ടാൻ. കേന്ദ്ര കഥാപാത്രത്തിന്റെ ഉജ്ജ്വലമായ അധ്യായങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അയാളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഛാവ. ഒരു സഞ്ജയ് ലീല ബൻസാലി സിനിമ പോലെ ആകാൻ ഓരോ സീനിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹിസ്റ്റോറിക്കൽ ബയോപിക് കണ്ടിരിക്കാവുന്ന ഒന്നാക്കി മാറ്റുന്നത് പ്രധാനമായും വിക്കി കൗശൽ എന്ന നടന്റെ അസാമാന്യ പ്രകടനം തന്നെയാണ്. പലർക്കും അറിയാവുന്നതുപോലെ ഛത്രപതി സംഭാജി മഹാരാജിന്റെ കഥയാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. മറാത്ത സാമ്രാജ്യത്തിന്റെ ആദ്യ ഛത്രപതിയായ ശിവാജി മഹാരാജിന്റെ മൂത്ത പുത്രനാണ് സംഭാജി മഹാരാജ്. ശിവാജിയുടെ മരണശേഷം ഡെക്കാൻ ഏരിയ പിടിച്ചെടുക്കാൻ എളുപ്പമാകുമെന്ന് വിചാരിച്ച ഔറംഗസേബിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാക്കി കൊടുക്കാത്ത ആളാണ് സംഭാജി. മറാത്ത സാമ്രാജ്യം പിടിച്ചെടുക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ ഔറംഗസേബ് നടത്തിയ പല പല ശ്രമങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. നായകന്റെ ജീവിതത്തിലെ നല്ല ഭാഗങ്ങൾ മാത്രം ചൂസ് ചെയ്യുന്ന സ്ഥിരം ബയോപിക്കുകളുടെ രീതി ഇവിടെയും ഉള്ളതുകൊണ്ട് സംഭാജിയുടെ ജീവിതത്തിലെ ഗ്രേ ഷെയ്ഡുകളൊന്നും നമ്മളെ കാണിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നല്ലപോലെ ചെലവാകുന്ന ഹൈപ്പർ നാഷണലിസം സമർത്ഥമായി കഥയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ധീരനും കനിവുള്ള ഹൃദയത്തിനുടമയുമായ നല്ല രാജാവും ക്രൂരനും ബാർബേറിക്കുമായ മോശം രാജാവും തമ്മിലുള്ള യുദ്ധം എന്ന രീതിയിലാണ് ഈ കഥ സെറ്റ് ചെയ്തിട്ടുള്ളത്. സർദാർ ഉദ്ധം എന്ന സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന ഫ്ലാഷ് ബാക്ക് നമ്മളെ ഏത് രീതിയിൽ ഇമോഷണലി പടത്തിലേക്ക് അടുപ്പിക്കുന്നു, അതുപോലെ തന്നെയാണ് ഛാവ എന്ന സിനിമയിൽ സംഭാജി മഹാരാജിന്റെ അവസാന നിമിഷങ്ങൾ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഘട്ടം വരെ എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഇവന്റുകളിലൂടെ അത്രയ്ക്ക് സിനിമാറ്റിക്കലി അപ്പീലിംഗ് അല്ലാത്ത രീതിയിലാണ് പടം കടന്നു പോകുന്നത്. സംഭാജിയുടെ ജീവിതത്തിലെ പ്രധാന ഇവന്റുകൾ ഷോക്കേസ് ചെയ്യുക എന്നൊരു ടാസ്ക് ആണ് സിനിമയുടെ മുക്കാൽ ഭാഗം തിരക്കഥയ്ക്കും ഉള്ളത്. അതൊരു ഹൈലൈറ്റ്സ് ഷോ റീൽ പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നേട്ടങ്ങളെ നമ്മുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു ബയോപിക് ഉണ്ടാക്കുമ്പോൾ അത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന്, കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും നല്ലതുപോലെ അറിയുന്ന ഒരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വേർഷൻ. പിന്നെയുള്ളത് ഇതിനെപ്പറ്റി കാര്യമായ ധാരണ ഇല്ലാത്ത ആളുകളെ പോലും ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ്. ഛാവ എന്ന സിനിമ കാണുമ്പോൾ ഇത് ഏറെക്കുറെ ആ കഥാപാത്രത്തെ ആരാധിക്കുന്നവരുടെ സെന്റിമെന്റുകളെ തൃപ്തിപ്പെടുത്താൻ ഒരുക്കിയതുപോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ യുദ്ധരംഗങ്ങളും രാജാവിന്റെ വ്യക്തിപരമായ നിമിഷങ്ങളും ഒക്കെ കാണിച്ചതിന് കണ്ടു പഴകിയ ഒരു വിഷ്വൽ ടോൺ നമുക്ക് കാണാൻ സാധിക്കും. പല പ്രധാന സീക്വൻസുകളിലും ഒരു ബീറ്റ ബൻസാലി പടത്തിന്റെ ഫീലാണ് കിട്ടുന്നത്. ലക്ഷ്മൺ ഉട്ടേക്കറിനും അദ്ദേഹത്തിന്റെ എഴുത്തുകാർക്കും ഈ സിനിമയിലെ അഭിനേതാക്കളിൽ വളരെയധികം വിശ്വാസമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഏറെക്കുറെ എല്ലാ സീനുകളും ഡയലോഗുകളുടെ ഒരു ജുഗൽബന്ദി പോലെയാണ്. തുടക്കത്തിൽ ഈ ഡയലോഗ് അതിപ്രസരം ഒരിത്തിരി അരോചകമാകുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ അവസാന 30 മിനിറ്റിൽ, പ്രത്യേകിച്ച് വിക്കി കൗശലും വിനീത് കുമാർ സിംഗും ഉള്ള രംഗങ്ങളിൽ സംഭാഷണങ്ങൾക്ക് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. സംഭാജി മഹാരാജ് 100-ലധികം യുദ്ധങ്ങൾ പരാജയം നേരിടാതെ ചെയ്ത ഒരു യോദ്ധാവാണ് എന്ന നിലയ്ക്ക് യുദ്ധരംഗങ്ങൾക്ക് ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ടൈറ്റായിട്ടുള്ള ഫ്രെയിമുകളും എക്സസീവ് ആയിട്ടുള്ള കട്ടുകളും ആക്ഷൻ രംഗങ്ങളുടെ ഫ്ലോ നശിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇമാജിൻ ചെയ്ത പല ആക്ഷൻ രംഗങ്ങളും ഇത്തരത്തിലുള്ള കട്ടുകൾ കാരണം ഒരു സാധാരണ ആക്ഷൻ സീനായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ട്. പൊതുവെ യുദ്ധ സിനിമകളിൽ കേൾക്കുന്ന ഓർക്കസ്ട്രേഷനിൽ നിന്നും സ്വല്പം വ്യത്യസ്തമായ രീതിയിലായിരുന്നു AR റഹ്മാൻ ഇതിലെ ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മസാൻ റിലീസ് ചെയ്തത് 2015-ലായിരുന്നു. അതിലെ നിഷ്കളങ്കനും സെൻസിറ്റീവുമായ നായകനിൽ നിന്നും 10 വർഷം കഴിയുമ്പോൾ ഒരു സൈന്യം മൊത്തം ശ്രമിച്ചിട്ടും പിടിച്ചുകെട്ടാൻ പറ്റാത്ത രാജാവായി മാറുന്ന വിക്കി കൗശലിന്റെ കരിയർ ഗ്രോത്ത് ഏറെക്കുറെ ഒരു സിനിമയ്ക്ക് തുല്യമായ കാഴ്ചയാണ്. സംഭാജി മഹാരാജിന്റെ നേട്ടങ്ങളുടെ ഒരു വിഷ്വൽ ഡോക്യുമെന്റേഷൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഛാവയ്ക്ക് വിക്കി കൗശലിന്റെ പെർഫോമൻസ് കൊടുക്കുന്ന ബൂസ്റ്റ് ചില്ലറയൊന്നുമല്ല. പേടിയില്ലാത്ത അയാളുടെ ഗർജനവും രാജാവ് എന്ന രീതിയിലുള്ള വ്യക്തിപ്രഭാവവും കൺവിൻസിംഗ് ആയി ചെയ്താൽ മാത്രമേ ഈ സിനിമയുടെ അവസാന ഭാഗം പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്ട് ആവുകയുള്ളൂ. അത് വേണ്ട അളവിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചുകൊണ്ട് സംഭാജിയെ തന്റെ ഫിൽമോഗ്രാഫിയിലെ മികച്ച ഒരു കഥാപാത്രമാക്കി മാറ്റാൻ വിക്കിക്ക് സാധിക്കുന്നുണ്ട്. സംഭാജിയുടെ ഭാര്യ യേശുബായി ആയി വന്നിട്ടുള്ള രശ്മിക ബന്ദാന നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഹിന്ദി ഡബ്ബിംഗ് വിചാരിച്ചതിലും മികച്ച രീതിയിൽ ചെയ്യാൻ രശ്മികയ്ക്ക് സാധിച്ചു. വയസ്സനും പ്രാകൃതനുമായിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് അക്ഷയ് ഖന്ന അവതരിപ്പിച്ചിട്ടുള്ള ഔറംഗസേബ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. പ്രോസ്തറ്റിക് ചുളിവുകളുള്ള ആ കഥാപാത്രം വളരെ വൺ ഡയമെൻഷണൽ ആയി തോന്നി. അശുതോഷ് റാണ നല്ല രീതിയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചു. കവി കലാഷ് എന്ന സംഭാജിയുടെ ആത്മമിത്രമായിട്ട് വന്നിട്ടുള്ളത് വിനീത് കുമാർ സിംഗ് ആണ്. സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ വിക്കിയോടൊപ്പം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വിനീതിന് സാധിച്ചു. സീനത്തുൻ നിസാ ബീഗമായി വന്നിട്ടുള്ള ഡയന പെൻഡിക്ക് കാര്യമായ ഡയലോഗുകളൊന്നും തന്നെയില്ല.
നായകനായ വിക്കി കൗശലിൽ തുടങ്ങി ഒരുപാട് പേരുടെ മികച്ച പെർഫോമൻസിന്റെ സപ്പോർട്ടുള്ള ഒരു പടമാണ് ഛാവ. സിനിമയുടെ എഴുത്ത്, പ്രത്യേകിച്ച് ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന ഇവന്റിലേക്ക് എത്തുന്നത് വരെയുള്ള ബിൽഡപ്പ് വളരെ ശരാശരിയാണ്. ക്രാഫ്റ്റിൽ സിനിമ നേരിടുന്ന ആ ഒരു കുറവ് രാജ്യസ്നേഹവും ശത്രുവിരോധവും വെച്ച് കവറപ്പ് ചെയ്യാനാണ് ലക്ഷ്മൺ ഉട്ടേക്കർ ശ്രമിക്കുന്നത്. അവസാന ഭാഗത്ത് വിക്കി കൗശലിന്റെ അസാമാന്യമായിട്ടുള്ള പെർഫോമൻസ് കാരണം സിനിമ കഴിയുമ്പോൾ ഛത്രപതി സംഭാജി മഹാരാജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഈ പടത്തിന് സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്